നമസ്കാരം. എ കെ റൈഡർ 70 ചാനൽ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ ടാങ്കിൻ്റെ പോളിഷാണ്. ഇതിൽ കുറച്ച് സ്ക്രാച്ചൊക്കെ ഉണ്ട്. ഇതൊക്കെ പെയിൻറ്റ് പോയതാണ്, ഇതൊന്നും മാറാൻ പറ്റില്ല. ഇത് ഇവിടുന്ന് പെയിൻറ്റ് ഈ സ്റ്റിക്കറാണ്, ഇതിൻ്റെ ലോഗോയുടെ സ്റ്റിക്കറിൽ നിന്ന് പോയതാണ്. പക്ഷേ ഇവിടെ ഈ കാണുന്ന ഉള്ളൊരു അടയാളങ്ങൾ അഴുക്കിൻ്റെ ഈ ഭാഗമൊക്കെ ഒന്ന് പോളിഷ് ചെയ്യണം. ഇത് റിമൂവ് ചെയ്യണം മൊത്തമായിട്ട്. ഇതിൻ്റെ കളർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. റിമൂവ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ മറു സൈഡും വളരെ ഇതായിട്ടാണ് കണ്ടത്. ഇത് മെറ്റാലിക് കോട്ടിംഗ് ആണെന്ന്. ഇതിൽ മെറ്റാലിക് കോട്ടിങ്ങിൻ്റെത് മെറ്റാലിക് ഇളവിയപ്പോഴത്തേക്കാണ് ഈ വൈറ്റ് കളർ വന്നത്. ഇത് കുറച്ച് ഞാൻ വെച്ച് പിടിച്ച് നോക്കിയതാണ്, അപ്പോഴത്തേക്ക് ഈ കളർ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് താങ്കളുമായിട്ടൊന്ന് ഇത് ഷെയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ബോഡി ഇതിൻ്റെ ഫ്രണ്ട് ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാം. പോളിഷ് ചെയ്തിട്ട് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ബാക്കി വണ്ടിയുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഇത് മാത്രമേ ഉള്ളൂ ടാങ്ക് കയറ്റാനായിട്ട്. അപ്പോൾ അതിൽ പോളിഷ് എടുത്തിരിക്കുന്നത് ഇത് ആം വാക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റാണ്, പോളിഷാണ് കേട്ടോ. ഇത് സ്ക്രാച്ചസ് ആൻഡ് ഇതൊക്കെ റിമൂവറാണ്. കാറിലും അതുപോലെ തന്നെ നമുക്ക് ബൈക്കിലൊക്കെ യൂസ് ചെയ്യാം. ഇതെല്ലാം ഷോപ്പിലും കിട്ടുന്നതാണ് കേട്ടോ, നമുക്ക് അക്സസറീസിലൊക്കെ കിട്ടുന്നതാണ്. ഇതിന് 125 രൂപ അകത്താണ് ഇത് വരുന്നത്. അത്യാവശ്യം ഞാൻ എൻ്റെ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്കിതിൽ ലൈവായിട്ട് കാണാം. ഇതിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് പോളിഷ് ചെയ്യുമ്പോൾ ആദ്യം അതായത് ഇതിൻ്റെ കാർബറേറ്റർ ക്ലീനറുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒന്ന് അടിച്ച് നോക്കണം. അടിച്ച് ഒന്ന് പുരട്ടി ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് വാക്സിൻ ഇടാം. ഇങ്ങനെ ദൂരെ കൂടെ ഇങ്ങനെ അടിച്ചാൽ മതി. മൊത്തത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ശകലച്ചടിച്ചാൽ മതി കേട്ടോ. അകത്തുള്ള ഇതൊക്കെ പാടൊക്കെ അങ്ങ് പോകും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തുടയ്ക്കാം. അപ്പോൾ അഴുക്ക് അകത്ത് ഈ പുറമുള്ള അഴുക്കൊക്കെ ഒന്ന് ക്ലിയർ ആവും. ഒന്ന് തുടച്ചെടുക്കാം ആദ്യം. ഈ ഭാഗവും നല്ലതായിട്ട് തുടയ്ക്കാം. അതിനുശേഷം നമ്മൾ ചില കോൾഗേറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റോ എന്ന് പറഞ്ഞിട്ടൊരു പേസ്റ്റുണ്ട്. അതും 50 രൂപയ്ക്കകത്താണ് ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത്. ടാങ്കിൻ്റെ മുകളിൽ പെയിൻറ്റിൽ പുരട്ടാനില്ല, പെയിൻറ്റ് പുരട്ടി പെയിൻറ്റ് പേടാവും. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റിക്കറിൻ്റെ ലോഗോയുടെ ഈ സൈഡിലാണ് നമുക്കിത് പുരട്ടാനുള്ളത്. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഇത് പുരട്ടും, ഒരു സൈഡിൽ കോൾഗേറ്റും പുരട്ടും. അപ്പോൾ ഏതാണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളതാണ് നോക്കാനുള്ളത്. നന്നായിട്ട് ഇതൊന്ന് എല്ലായിടവും ഒന്ന് അപ്ലൈ ചെയ്യാം. ഒരു മിനിറ്റ് നമുക്ക് വച്ചേക്കാം. അതിനുശേഷം ഒന്ന് ഇത് ക്ലീൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നോക്കാം. ബ്രൈറ്റോ എടുത്ത് ഇതിലിട്ട് യൂസ് ചെയ്തപ്പോഴത്തേക്കുള്ള കളറാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ആദ്യം കാണിച്ചത് തങ്ങളിലുള്ള വ്യത്യാസമുണ്ട്. ഇത് മാറില്ല കേട്ടോ. ഇത് ഇതിനകത്തുള്ള കോട്ടിങ്ങാണ്, മെറ്റാലിക് കോട്ടിങ് പോലെ വരുന്നതാണ്. എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ലോഗോയിൽ വരുന്ന കോട്ടിങ്ങാണ്. ആ അഴുക്കാണ് ഇതിൽ പിടിച്ചിരുന്നുണ്ട്. അടുത്ത നമുക്ക് അപ്പുറത്ത് കോൾഗേറ്റ് വെച്ചിരിക്കുന്നതിൽ നോക്കാം. ഈ സൈഡാണ് പുറത്ത് പിടിച്ച ഇത്. നമുക്ക് മറുവശം കൊണ്ട് തുടച്ചു പോകാം. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വെളുത്തിട്ടുണ്ട്. അഴുക്കൊക്കെ അങ്ങ് മാറിക്കിട്ടി കേട്ടോ. അപ്പോൾ ഈ ബ്രൈറ്റോ ഇട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ കോൾഗേറ്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ടൊക്കെ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനാകുമ്പോൾ 50 രൂപ മേളിൽ വരും. ഇതിന് അറിയാമല്ലോ, ആ കണ്ടീഷനിലുള്ള ആ റേറ്റായിരിക്കും വരുന്നത്. എന്നാലും ഇത്രയും വെളുത്തിട്ടുണ്ട്, വേറെ വിഷയമില്ല. ഇത്രയും വെളുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ സ്ക്രാച്ച് വന്നിരിക്കുന്നത് പോകാനുള്ളതല്ല. പെയിൻറ്റ് ഇതിന്
ഇവിടെ ഒരു തട്ടിയതാണ്, പെയിൻറ്റ് പോകാൻ പാടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ നമ്മൾ ഈ പോളിഷ് ചെയ്യാം. പോളിഷ് ചെയ്തിട്ട് ടാങ്ക് നീറ്റായിട്ട് എടുക്കണമല്ലോ. ഇതിനെ കുറച്ച് തുണിയിലെടുക്കാം, എടുത്തിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം മൊത്തത്തിൽ. സ്ക്രാച്ച് റിമൂവർ എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഇത് ക്ലീനാക്കി തരുമെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇതൊരു 5 മിനിറ്റ് പുരട്ടിയിട്ട് 5 മിനിറ്റ് നമുക്ക് കഴിഞ്ഞതിന് ശേഷം പോളിഷ് ചെയ്ത് നോക്കാം. നമ്മൾ പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റായി. ഇതിലൊരു ചെറിയ വേസ്റ്റാണ് എടുത്തിരിക്കുന്നത്, ഒരു കോട്ടൻ്റെ വേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് തുടച്ച് നോക്കാം, പോളിഷ് ചെയ്ത് നോക്കാം. വ്യത്യാസം കാണുന്നുണ്ട് കേട്ടോ. ട്യൂബ് ലൈറ്റിൻ്റെ പ്രകാശമൊക്കെ ഇവിടെ അടിക്കുന്നുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം തേച്ച് ക്യാമറയുടെ ഇതുവരെ നമുക്കിതിൽ കാണിക്കും, ഒരിക്കൽ കൂടെ ഇത് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പെയിൻറ്റിൻ്റെ പോളിഷ് നമുക്ക് കിട്ടുള്ളൂ. ഒരിക്കൽ കൂടെ പുരട്ടിയിട്ടുണ്ട്. ഇത് നമുക്കതുപോലെ തന്നെ ആദ്യം എല്ലായിടത്തും കുറേശ്ശെ അപ്ലൈ ചെയ്യുക. എന്നിട്ടും ഇതും ഒരു 5 മിനിറ്റ് വച്ചതിന് ശേഷം പോളിഷ് ചെയ്യാം. അപ്പോൾ അതൊരു 5 മിനിറ്റായി പോളിഷ് ചെയ്യാം. വയ്ക്കുമ്പോഴത്തേക്ക് കണ്ടോ അതിൻ്റെ ഷൈനിങ് വരുന്നതാണ്. ചെറിയൊരു ഡെൻ്റ് ഉണ്ട് ഇവിടെ കേട്ടോ, നേരത്തെ ഉള്ളതാണ്. ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് ചെയ്യേണ്ടിയുണ്ട്. ചെയ്തതിന് ശേഷം കാണിക്കാം. അതായത് വെളിയിലുള്ള ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ, എൻ്റെ പ്രതിബിംബമാണ് കാണുന്നത്. വെളിയിലുള്ള ഗ്ലേസിങ്ങാണ് കാണുന്നത്. ഓക്കെ, ഇത് പോളിഷ് ചെയ്ത ടാങ്കാണ്. നന്നായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വെട്ടക്കുറവുണ്ട്, അതാണ് ഇത്രയും ഇതൊക്കെ ഇരിക്കുന്നത്. പക്ഷേ മുമ്പത്തെ ഇരുന്നേൽക്കാട്ടും എന്തുകൊണ്ടും വളരെ ക്ലിയറായിട്ട് ഇങ്ങനെ ഇരിക്കും. അകത്തുണ്ടായിരുന്ന അഴുക്കും മറ്റുള്ളതെല്ലാം പോയിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോകൾ താങ്കളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്താൻ കഴിയും. ഓക്കെ, താങ്ക് യു.